നമസ്കാരം. പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 1948 മെയ് മാസത്തിലാണ് ഈ യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് വരെ അത് അതിന് വേറെ തരത്തിലൊക്കെ അവകാശം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും UN പ്രഖ്യാപനത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിലാകമാനം ചിത്രീകരിക്കുന്ന ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വന്ന ഈ ജൂതന്മാരുണ്ടായിരുന്നു, പിന്നീട് വന്നുപെട്ട ജൂതന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ പറവൂരിലും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലും ഒക്കെ ആലുവയിലും ഒക്കെ ഒരുപാട് ജൂതന്മാരുണ്ടായി. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അതെ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു എത്ര 1,00,000-ലേറെ തന്നെ കുടുംബങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ചു വെക്കുകയും അവരുടെ സന്തതി പരമ്പരകളൊക്കെ ഇവിടെ പറ്റുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഈ രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇവർ ഇവിടുത്തെ എല്ലാ സ്വത്തും ഇവിടുത്തെ അവർക്ക് യഥാർത്ഥത്തിൽ അറിയുക പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ അങ്ങോട്ട് പോയി. താങ്കൾ പറഞ്ഞ ആ ഒരു വാചകം, എല്ലാ സ്വത്തും ഉപേക്ഷിച്ച് അവർ അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അത്രയും വൈകാരികമായിട്ട് അവരെ എങ്ങനെയാണ് ഈ ഇസ്രായേൽ എന്നുള്ള ഈ വാക്ക് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ജൂത എന്നുള്ള വാക്ക്, ജോത എന്നുള്ള വാക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവരെ കുറിച്ചിട്ട് ഇസ്രായേൽ എന്നുള്ള ഇതിന്റെ പദം തന്നെ രാത്രിയിൽ പുറപ്പെട്ടു പോയവർ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവര് എങ്ങനെയാണ് ഇത്രയും ഒരു പോരാട്ട വീര്യം എങ്ങനെയാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അത് അണയാതെ എങ്ങനെയാണ് ഇവർ സംരക്ഷിച്ചു പോരുന്നത്? ഇപ്പൊ നമ്മൾ പാകിസ്ഥാനും ഇന്ത്യ എടുക്കാം. പാകിസ്ഥാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ റീപാട്രിയേഷൻ ക്ലോസ് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോരുന്ന സ്വത്ത് ഇങ്ങോട്ട് തരും. പാകിസ്ഥാനിലുള്ള അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്വത്ത് അങ്ങോട്ടും കൊടുക്കും, ഹിന്ദുക്കളുടെ സ്വത്ത് ഇങ്ങോട്ടും തരും. അങ്ങനെയാണ് വ്യവസ്ഥ. ഇത് റീപാട്രിയേഷൻ ക്ലോസ് ഇല്ലെന്നേ, ഇല്ല, എവിടെയില്ല. അവൻ്റെ കയ്യിലുള്ളതല്ല, അവനെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ അത് മുഴുവൻ അവൻ ഇട്ടിട്ട് പോരാ ഇങ്ങോട്ട്. അവന് കയ്യിലെടുക്കാവുന്ന സാധനമായിട്ട് മാത്രം അങ്ങ് ചെല്ലുക. അങ്ങനെ പോന്നാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ പോന്നാൽ മതി എന്നാണ് പറയുന്നത്. ഒരു വലിയ പാടാത്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു വാചകം, ഇവനെ എന്തുകൊണ്ടിങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവരറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഇവരാദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ജെറുസലമിൻ്റെ പുത്രന്മാരും പുത്രിമാരും. എന്തുകൊണ്ടങ്ങനെ ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒരു വാക്കവിടെ ഉണ്ട്. ഇപ്പം നമ്മളാണ്, ഞാനാണ് ഇവിടുത്തെ വലിയ വീട്ടിലെ വലിയ വീട്ടിലെ വീട് പോലും എനിക്കില്ല, ഞാൻ അതിനകത്ത് ആരുമല്ല. എന്നാൽ പോലും അല്ല, ഞാൻ പഠിച്ചത് ഏത് സമയത്തും കോളേജ് ചോദിച്ചാൽ മഹാരാജ് കോളേജ് എന്ന് പറയും. ഞാൻ 3-4 കോളേജ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പേരേ പറയുള്ളൂ. അതിന് അതാ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളൂ. എസ്റ്റാബ്ലിഷ് അല്ല, മഹാരാജ് കോളേജിൻ്റെ അതിൻ്റെ ഭാഗമാകാൻ, അതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാകാൻ എൻ്റെ ഒരു ദുർബല ശ്രമമാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇസ്രായേൽ അത്രയൊരു ഐഡൻറ്റിറ്റിയാണ്, ജീവന് തുല്യമായൊരു ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഓരോ കാലഘട്ടവും കഴിയുന്നത്. അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ദൈവവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇസ്രായേൽ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാം, ദൈവത്തിൻ്റെ പുത്രന്മാർ 12 മക്കളും ഒക്കെ ചേർന്ന് സന്തതി പരമ്പകൾ പെറ്റു വളർന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഏറ്റവും പൗരാണികമായ ചില ചരിത്രങ്ങളാണ് ഈ പറയുന്നത്. അത് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഈ ഒരു സാധനമാണോ, അതായത് ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള പേർ എന്നുള്ളതിലാണോ ഈ ഇസ്രായേലിനോട് ഇത്രയേറെ കമ്മിറ്റ്മെൻ്റ് എന്നുള്ളതാണ്? രണ്ട് കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഈ കമ്മിറ്റ്മെൻറ്റിനേക്കാൾ പ്രധാനം ഒന്ന്, നമ്മളീ പറയുന്ന പഴയ പാരമ്പര്യം 2000 വർഷത്തെ പാരമ്പര്യം, 2000 വർഷത്തെ പാരമ്പര്യമുള്ളൂ. എന്നിട്ടും ആ പാരമ്പര്യത്തിൻ്റെ ശക്തി അവരുടെ ജനതയിൽ കൊണ്ടുവരാൻ പറ്റി. അത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളുണ്ട്. 3-4 അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. കക്കരുത്, മോട്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ആഹാരത്തിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. ജീവിതക്രമത്തെക്കുറിച്ച് അല്ല ഞാൻ ചോദിക്കുന്നത്, ബുദ്ധൻ ഇതിനേക്കാണ് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും അത്തരത്തിലൊരു ഇത് ഉണ്ടാകുന്നില്ലല്ലോ. ബുദ്ധൻ അധികാരത്തിൻ്റെ ശക്തി അല്ലായിരുന്നു. അല്ല, അധികാരം വിട്ടൊഴിഞ്ഞ ആളാണ് ബുദ്ധൻ. അതുകൊണ്ടാണ് ബുദ്ധൻ ഇപ്പോഴും നിൽക്കുന്നത്. ബുദ്ധൻ ഇപ്പം ഇന്ത്യയുടെ കൾച്ചർ അനുസരിച്ച്, അല്ല ഇന്ത്യയിലെ ലോകത്തിൻ്റെ, മഹാത്മാഗാന്ധിക്കും യേശുക്രിസ്തുവിന് തന്നെ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഇവരെക്കാൾ എത്ര എലിസബത്ത് രാജ്ഞിയും വിക്ടോറിയ രാജ്ഞി ആരെങ്കിലും ഓർക്കും? ആ സാരി പുറകിൽ 4 പേരുമാണ് സാരി പിടിച്ചുകൊണ്ട് പോകാൻ. സ്വയം മമതാ ബാനർജി കീറിപ്പറഞ്ഞ സാരിയാണ്. ജനങ്ങളുടെ കൂടുതൽ സ്വാധീനം ചെലുത്ത മമതയായിരിക്കും ഇന്ത്യൻ കൾച്ചറിൽ. അപ്പം ഇത് എങ്ങനെ ഇവർക്കത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കാത്ത, അപ്പോൾ ഇസ്രായേലിനെയും ഇറാനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഇറാനും ഇസ്രായേലായിട്ട് വേറൊരു വലിയ ശക്തമാണെന്നൊക്കെ പറയുമ്പോഴൊരു വസ്തുത, ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഒരാളുണ്ട്. ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ. അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെയുണ്ട്.
എത്ര പതനമുണ്ടായാലും ഇസ്രായേലിനെ അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്തോളൂ എന്നുള്ള ഒരു വിശ്വാസം ഇതുണ്ട്. ഇറാൻ ആരാ ഉള്ളത്? അങ്ങനെ ബോണ്ടില്ല, ഇറാൻ ആരാ ഉള്ളത്? ആരുമില്ല. ഇറാൻ ഒറ്റപ്പെട്ടു, തീർന്നാ തീർന്നു. അല്ല, പക്ഷേ ഇറാന് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ധാരണയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് രാഷ്ട്രങ്ങളല്ല ഒരുമിച്ച് ചേർന്ന് ഇറാന്റെ പിന്നിൽ അണിനിരക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തകളുണ്ട് അവർക്ക്. അതിനാണ് ശ്രമിക്കുന്നത്. അതെ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തന്നെ ഈ കരുത്തുണ്ടോ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആറ് ദിവസത്തെ ഒരാഴ്ചത്തെ യുദ്ധം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട യോം കിപ്പർ വാർ എന്നൊക്കെ പറഞ്ഞ യുദ്ധം. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി നിന്നത് ഒന്ന് സിറിയയായിരുന്നു. ഈജിപ്തിനെ പിടിച്ച് മുമ്പിൽ നിർത്തി. കാരണം ഇത്തിരി കൈക്കരുത്തൊക്കെ ഉള്ള ഈജിപ്ത്, നാസർ, ജോർദാൻ, ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റച്ചേർന്നു. അവസാനം യുദ്ധരംഗത്ത് ഒരുമിച്ചൊരു കമ്പൈൻ അറ്റാക്ക് നടത്താമെന്ന് പറഞ്ഞിട്ട് നാസർ സമ്മതിച്ചില്ല. കാരണം നാസറിനെ തന്നെ ഇത് പിടിക്കാനാണ് മോഹിച്ചു. ഇവരൊക്കെ നോക്കുന്ന അവിടെയാണ്, ഒറ്റയ്ക്ക് കയറി പിടിക്കാൻ പറ്റും. അവസാനത്തെ ഏറ്റുമുട്ടലുകളുടെ സ്റ്റേജ് വന്നപ്പോൾ ജോർദാൻ ആദ്യം തന്നെ മാറി. എൻ്റെ ആൾക്കാരെ ഇതിന് ഉരുതി കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഈജിപ്ത് 2-3 അടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും മാറി. പിന്നെ തല്ലുകൊള്ളാൻ മാത്രം ഉണ്ടായിരുന്ന ആരാന്നറിയോ? സിറിയ മാത്രമേ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഛിന്ന ഭിന്നമായി പോയ രാജ്യമാണ് സിറിയ. ഇപ്പോഴും നാട്ടുകാർ മുഴുവൻ കയറി നിരങ്ങുക, വിപ്ലവകാരികളോ അല്ലാത്തവരും എല്ലാം. അങ്ങനെ സിറിയ തകരുകയത്. ഈജിപ്തിന് ആ കുഴപ്പമുണ്ടായില്ല. ഈജിപ്ത് വളരെ പെട്ടെന്ന് ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം, എൻ്റെ കാര്യം നോക്കിക്കോളാം. മറ്റേതങ്ങനെയല്ല. ഈ സംഘടിച്ച് പോകുമ്പോഴുള്ള അപകടം ഒരാൾ കാണിച്ചതിന് എല്ലാവരും ഡാമേജ് ആവുന്ന അവസ്ഥയുണ്ട്. ഇനി ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും അല്ലെങ്കിൽ ഇസ്ലാമിക നേതാക്കന്മാരും മറ്റ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ ശത്രു ആരാ? ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? പാകിസ്ഥാനിലെ മുസ്ലിംസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്? അല്ല, അത് പിന്നെ ഈ ആ വിഭജനത്തിന്റെ കാലത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു വ്യക്തതയില്ലായ്മയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേര്. അല്ല, വ്യക്തതയല്ല. ഞാനും കൂടെ ഒരുമിച്ച് ആ പാലം കിടക്കാൻ പോകുമ്പോൾ ഞാൻ പാലം കയറിയിട്ടോ, ഞാൻ പാലം വലിക്കുന്ന സ്റ്റേജാണെങ്കിൽ നിങ്ങളെന്നായി? നിങ്ങളിവിടെ പട്ടിയും പൂച്ചയും എല്ലാം നിങ്ങളെ ആക്രമിക്കാൻ വരിക. നിങ്ങളെ ആക്രമണകാരികളെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിക്കും. അതല്ല നടക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് അഡ്രസ് ഇല്ലാതെ പോയത്. പിന്നെ ആരുമില്ല. ഇപ്പോൾ അത് ഉണ്ടാക്കാൻ ഇവിടെ നോക്കുക. അപ്പോഴും പാകിസ്ഥാനെ മുദ്രാവാക്യം വിളിക്കുക. ആലോചിച്ച് നോക്കണം. പാകിസ്ഥാനെ ഇവരിപ്പോഴും മുദ്രാവാക്യം വിളിക്കുക. ലോക രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ചുരുക്കം ചില സംഭവങ്ങളേ ഉള്ളൂ. വളരെ ചുരുക്കം സംഭവങ്ങൾ ഓരോന്നായിട്ട് എടുത്താൽ, ഒന്ന്, ഇന്ത്യ രൂപീകരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രം. ഈ വലിയ ചരിത്രം 2000 വർഷം പഴക്കത്തിലേക്കൊന്നും പോകണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ താങ്കൾ മലബാറല്ലേ? കോലത്തുനാട്, ചിറക്കൽ രാജവംശം, ഇങ്ങോട്ട് മാറിയ സാമൂതിരി, പഴശ്ശി, ഇങ്ങനെയുള്ള 100 പല രാജവംശങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചി, പെരുമ്പടത്ത് സ്വരൂപം വരെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം സ്വന്തം രാജ്യങ്ങളും സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നവരാണ്, സ്വന്തം രാജാവും എല്ലാം ഉണ്ടായിരുന്നവരാണ്. ഈ രാജ്യങ്ങളൊക്കെ എവിടെ പോയി? പഴയകാല ചോള ചേര പാണ്ഡ്യ യുദ്ധങ്ങൾ കൂടെ കുറേ ഇല്ലാതായി. മറിച്ച് സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് ഇത്രയും രാജ്യങ്ങൾ എവിടെ പോയി? എങ്ങനെയാണ് കായംകുളം തിരുവിതാംകൂർ ഒന്നായത്? കായംകുളത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു തിരുവിതാംകൂർ. കൊച്ചിയുടെ ശത്രുവായിരുന്നു സാമൂതിരി. ഇവരെല്ലാം ഒന്നായി. സാമൂതിരിയും കൊച്ചിയും തമ്മിൽ വലിയ പോരാട്ടങ്ങളല്ല. ഞാൻ കൊച്ചിക്ക് പാവം എന്നെ പോരാട്ടം. എന്നാലും സാമൂതിരിയുടെ ശത്രുവായിരുന്നു. എങ്ങനെയാണ് അതായത്? ആ പോയിന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു യുദ്ധവും കൂടാതെ 50 അല്ലെങ്കിൽ 75 വർഷം മുമ്പ് തിരുവിതാംകൂറിൻ്റെ ദേശീയത പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഞാൻ, മാർത്താണ്ഡവർമ്മ രാജാവായിട്ട് കണ്ട ഞാൻ, ഇന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആളായിട്ട് മാറി. യുദ്ധം ഉണ്ടായോ? ചോര ചീന്തലുണ്ടായോ? സ്വത്ത് പിടിച്ചെടുക്കലുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇതൊരു അത്ഭുതമാണോ ഇല്ലയോ? അല്ല, അതിന് ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ദേശീയത പ്രചരിപ്പിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ആ ദേശീയത പ്രചരിപ്പിക്കില്ല. അവിടെ യൂണിഫൈങ് ഫോഴ്സ് അപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞ പിന്നെയും പറയും, അവിടെ ഗാന്ധി ഇല്ലായിരുന്നെങ്കിലോ ഓരോ രാജാവും തലപൊക്കിക്കൊണ്ട് വന്നേ. ഗാന്ധിയുടെ ആ പ്രസൻസ് അവിടെ യോജിപ്പിക്കുന്ന പ്രസൻസ്, ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധി സൃഷ്ടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസൻസ് ഇല്ലായിരുന്നെങ്കിലോ? എന്തിന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖാലിസ്ഥാൻ രൂപീകരണം, പഞ്ചാബുകാർക്ക് രാജ്യം വേണമെന്നുള്ള അതിനൊക്കെ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം അന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചുള്ള അവിടെയാണ്. അവിടെ ഞങ്ങൾക്കൊരു ഭാഗം കിട്ടുമെന്ന് വിചാരിച്ചു. ചെയ്ത കാര്യങ്ങളാണ് ഇന്ത്യ വിഭജന സമയത്ത്.
ഇപ്പൊ അസാം വിഘടനവാദത്തിലും അത്തരത്തിലുള്ള ചില ആ ഹിതേന്ദ്ര സൈക്ക മുഖ്യമന്ത്രിയായി ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും കളിക്ക് പോയി ആസാമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാതെ രാജ്യത്തെ യോജിപ്പിച്ച ഒരു രാജ്യം കിട്ടി. അമേരിക്ക ഈ കുടിയേറി അല്ല ബ്രിട്ടനിൽ നിന്ന് നാട് കടത്തപ്പെട്ടവർ എന്നാണ് അവരെ പറ്റി പറഞ്ഞത്. ശരി, അമേരിക്കയുടെ കൾച്ചർ എന്ന് പറഞ്ഞ പോലും അതാണ്. കാരണം കൊള്ളക്കാരെയും പിടിച്ചോറിക്കാരെയും പെൺമാണിപ്പക്കാരെയും ഒക്കെ നാട് കടത്തിയിരുന്ന സ്ഥലമാണ് അമേരിക്ക. അവരാണ് അമേരിക്കയുടെ ഒറിജിനൽ പോപ്പുലേഷൻ. ഇപ്പം അമേരിക്ക ഒരുപാട് രാജ്യങ്ങളുടെ മിക്സഡാണ്. അപ്പോൾ അത് ഇന്ത്യ അവരുടെ വേറൊരു ഐഡൻറ്റിറ്റി. ഒരുപാട് US എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അവർക്ക്. സെക്കൻഡ് വേൾഡ് വാറിലും ഫസ്റ്റ് വേൾഡ് വാർ അത്രയും കണ്ടില്ല. സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോഴേക്കും അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മുട്ടുസൂചി ഉണ്ടാക്കുന്ന ഫാക്ടറി പോലെ ടാങ്ക് ഉണ്ടാക്കാൻ മാറ്റാൻ പറ്റും. ഇവർക്ക് ലോകത്തിനെ പറ്റി തെറ്റവിടെയാണ്. ഇന്ത്യ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ഇന്ത്യ, ഞാൻ ഇന്നലെ വീണ്ടും പറഞ്ഞ കാര്യമാണ് സഹനം. അല്ലെങ്കിൽ എന്തുമാത്രം കലാപങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ എന്തുമാത്രം കലാപം ഉണ്ടായില്ലേ. സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ സ്ഥലത്തിന് വേണ്ടി തർക്കം ഉണ്ടാകില്ലേ. ഇയാളെന്തിനാ അവിടെ പോറ്റി ശ്രീരാമലു സത്യാഗ്രഹം ഇരുന്നാൽ മരിച്ചില്ലേ. കേരള സംഘം ഉണ്ടാക്കിയിട്ടല്ല മരിച്ചത്, ആന്ധ്ര ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഈ ചരിത്രമാണ് നമുക്കുള്ളത്. ദൗർഭാഗ്യവശാൽ ഇസ്രായേലിൻ്റെ ചരിത്രം അതല്ല. തെരുവുപട്ടി നാടൻ പട്ടി ഓടുമ്പം നാട്ടുകാരെല്ലാം കല്ലെറിഞ്ഞ് ഏറോ മൂങ്ങിക്കൊണ്ട് ഓടിക്കൊണ്ടുവന്ന ജനതയാണ് അവർ. അവർക്ക് ആശ്രയം എവിടെയാണ്? മുകളിലേക്ക് നോക്കും. ദൈവമാണ് അവരെ രക്ഷിച്ചിരിക്കുന്നവർ വിശ്വസിച്ചു. അതാണ് ഇസ്രായേലിൻ്റെ ശക്തി. അത് തൽക്കാലം ഇല്ലാതെ പോകുന്നത് ഇറാനും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ഇല്ലാതാവാനുള്ള സാഹചര്യം ഇനിയുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ സ്വന്തം ജനതയോട് കാണിക്കുന്ന ചെറിയ ഒരു തെറ്റുകൂടിയല്ലേ? അല്ല, ജനത എന്ന് പറയുമ്പോൾ ജനതയും രാജ്യവും രണ്ടാണ്. അതെ, എപ്പോഴും മനസ്സിലാക്കണം. ജനതയുടെ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ രാജ്യത്തിന് പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട് മുസ്ലിംസിൻ്റെ ഇവിടെ ഒരു പ്രശ്നം. ഇവിടെ പശുവിനെ കൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. പശുവിനെ കൊല്ലാൻ പാടില്ല. അതുമായി പൊരുത്തപ്പെടാൻ, ഇത് സ്ട്രിക്റ്റായിട്ട് ഇവിടെ നടപ്പാക്കാമെന്നിരിക്കട്ടെ, അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഇസ്ലാം എന്ത് ചെയ്യും? ഇവിടുത്തെ ഇസ്ലാമിക് പോപ്പുലേഷൻ എന്ത് ചെയ്യും? അതുപോലെ പന്നി തിന്നാൻ പാടില്ല, പന്നി ഇറച്ചി തിന്നാൻ പാടില്ല. അപ്പോൾ അത് തിന്നണമെന്ന് വാശിയുള്ളവർ ഇവിടെ കൂടുതലുണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ കൾച്ചറൽ അസിമിലേഷൻ, അത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ജനത, അത് ആ ജനതയെ അങ്ങനെ കോർത്തിണക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ദേശീയ ലീഡർഷിപ്പ്, എൻ്റെ ആളുമല്ല നിങ്ങളുടെ ആളുമല്ല എന്ന് നമ്മുടെ രണ്ടു കൂട്ടരും ആളാണെന്ന് തോന്നുന്ന നേതാവ് വേണം. അങ്ങനെ ചിലരുണ്ട്, ചരിത്രത്തിലുണ്ട്. നമുക്ക് കോഴിക്കോടൊക്കെ പറയാൻ പറ്റും. പഴയ കാലത്തെ ഒത്തിരി നേതാക്കന്മാരെ പറ്റി പറയാൻ പറ്റും. അവർ ഇപ്പോൾ കേളപ്പനെ പറ്റി മലബാറിൻ്റെ നേതാവെന്നോ ഹിന്ദുവിൻ്റെ നേതാവെന്നോ ആരെങ്കിലും പറയുമോ? അതിനെ പറയട്ടെ. മാറി മാറി വന്നു. കോഴിപ്പുറത്ത് മാധവനായപ്പോൾ കുറേശ്ശെ മാറി വന്നു. കേളപ്പനെ പറ്റി പറയുകയില്ല. ഈ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് ലോകരാജ്യങ്ങൾക്കും ബാധകമാണ്. ഇസ്രായേലിന് ഇത് വളരെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ കാര്യം, നമുക്ക് ഇസ്രായേലിൽ താല്പര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഉണ്ടോ? നിലവിലൊരു താല്പര്യം, വളരെ പ്രകടമായ ട്രേഡ് താല്പര്യമൊന്നും നടക്കുന്ന കച്ചവടം നടക്കുന്നുണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ വേറെ രാജ്യം. എന്നിട്ടും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന, ശരിയാണെന്ന് എനിക്കറിയത്തില്ല, 90% ഇന്ത്യക്കാരും മാനസികമായി ഇസ്രായേലിനൊപ്പം. ഇവരെ എന്തിനും നമ്മൾ പാലസ്തീനിൽ മാത്രം സാമാന്യ സെൻസുള്ള ഓരോ ഇസ്ലാമും ആലോചിക്കണം. ഇവിടെ മാത്രമല്ലല്ലോ മുസ്ലിം കൊല്ലപ്പെടുന്നതാണോ? ഈ പാലസ്തീൻ്റെ പേര് പറയാൻ പറ്റില്ലല്ലോ. ഹമാസ് പാലസ്തീനാണോ? ഒരിക്കലും. പാലസ്തീൻ സ്വയം റെപ്രസെൻ്റ് ചെയ്തില്ലേ? സ്വയം ഇസ്രായേലിനെ ആക്രമിക്കത്തില്ലേ? അവിടെ എങ്ങനെയാണ് ഹമാസ് കയറി വന്നത്? ഹിസ്ബുള്ള കയറി വന്നത് എങ്ങനെയാണ്? ഹൂത്തികൾ കയറി വന്നത് എങ്ങനെയാണ്? അപ്പം ഇതൊരു കൊട്ടേഷൻ സമ്പ്രദായം എങ്ങോട്ട് കൊണ്ടുവന്നു? ലോകരാജ്യങ്ങൾ അവരുടെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. മേഴ്സണറീസ് എന്ന് പറയും. അല്ല, ഇതിപ്പോൾ പശ്ചിമേഷ്യയിലാണല്ലോ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ. അവിടെ മാത്രമല്ലേ ഉള്ളൂ, വേറെ എവിടെയാണ് യുദ്ധം നടക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അയർലൻഡും ബ്രിട്ടനുമായിട്ട് ഇതിനേക്കാൾ ബെൽഫാസ്റ്റിൽ കിടന്നുറങ്ങാൻ ബെയ്റൂട്ടിനേക്കാൾ കഷ്ടമായിരുന്നു ബെൽഫാസ്റ്റ്. ഡെയിലി ബോംബ് സ്ഫോടനങ്ങൾ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ ഇപ്പോഴെങ്ങനെയുണ്ട്? അല്ല, ഇപ്പോൾ സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ടൊക്കെ ഒറ്റ ഏകാക സഹകരണങ്ങളായി ജീവിക്കില്ലേ? അല്ല, അവർ ഏറ്റുമുട്ടലുണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യുക്രൈൻ്റെ പുറകെ യുക്രൈനെ റഷ്യ ആക്രമിച്ചെന്നുള്ള ലോകത്തെ ക്രിസ്ത്യാനി മുഴുവൻ അങ്ങോട്ട് പോകുന്നുണ്ടോ? അതിന് പോകത്തെ. യുക്രൈൻ ക്രിസ്ത്യാനികളല്ലേ മരിക്കുന്നത്? ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളല്ലേ മരിക്കുന്നത്? എൻ്റെ പോകത്തെന്ത്? റഷ്യയോടുള്ള ലോകത്തിൻ്റെ മൊത്തം വെറുപ്പുണ്ട്. ക്രിസ്ത്യാനായിട്ടല്ല അങ്ങോട്ട് പോകുന്നതാണോ? അല്ല. ഇവിടെ മാത്രം
ഇറാൻ അവിടെ എന്ത് കാര്യം? പാലസ്തീനും തന്നെ കാര്യം. പാലസ്തീനെ മുമ്പ് നിർത്താതെ എപ്പോൾ ഹമാസ് കയറി വന്നോ, അല്ലെ ഹിസ്ബുള്ള കയറി വന്നോ, അതൊക്കെ ഇസ്രായേലിൻ്റെ അല്ല ഇറാൻ്റെ താല്പര്യമാണ്. ഇവർ കയറി വന്നോ അന്ന് തീർന്നു അവർ. പാലസ്തീൻ്റെ കോസ് തന്നെ വെള്ളത്തിലാവും. ഇസ്രായേലിനെ അംഗീകരിക്കാൻ പണ്ടേ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിരുന്ന പാലസ്തീനും പണ്ടേ ഉണ്ടായിപ്പോനെ. അതവർക്ക് ഇഷ്ടമല്ല. പാലസ്തീൻ അവിടെ ഒരു രാജ്യമായിട്ട്, അങ്ങനെ ഇസ്ലാമിക് രാജ്യമായിട്ട് വരുന്നത് ഇറാനൊന്നും ഇഷ്ടമല്ല. ഇത് വെള്ളം കലങ്ങണം, മീൻ പിടിക്കാൻ രണ്ടുപേര് വന്നാൽ മറ്റവനെ തന്നെ താഴെ ഇടണം. അതാണ് ഇവരുടെ സമീപനം. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തുതീർപ്പിന് ആര് ലീഡർഷിപ്പ് പറയാമോ? നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന കുറേ പേര് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. UN ആണ്, സെക്യൂരിറ്റി കൗൺസിലാണ്, നാറ്റോ ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആര് ലീഡർഷിപ്പ് കൊടുക്കും പശ്ചിമേഷ്യൻ പ്രശ്നത്തിന്? ഒരു പൊളിറ്റിക്കൽ ലീഡറുണ്ടോ? ആരുണ്ട്? ഞാൻ വിചാരിക്കുന്നു പശ്ചിമേഷ്യയുടെ സമാധാനം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ, വ്യക്തി എന്നുള്ള നിലയിൽ നെതന്യാഹു ആയിരിക്കും. എൻ്റെ റീഡിങ് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഞാൻ പറയാം. അല്ല, പക്ഷെ എന്തായാലും പോലും ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു വർഷം മുന്നേ ആണല്ലോ ഈ സംഭവം അവിടെ ആദ്യത്തെ ആക്രമണം ആരംഭിക്കുന്നത്. ഈ സമയത്ത് നെതന്യാഹു യഥാർത്ഥത്തിൽ ആളുകളുടെ ലോകത്തിലെ മുന്നിൽ തന്നെ ഒരു പ്രതിസ്ഥാനത്തായിരുന്നു ആദ്യം. കാരണം നെതന്യാഹു അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണവും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി നഷ്ടപ്പെടുന്നതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ആ രീതിയിലായിരുന്നു റീഡ് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു വർഷമാകുമ്പോഴേക്ക് ചിത്രങ്ങൾ മൊത്തം മാറുന്നു. മൊത്തത്തിൽ നെതന്യാഹുവിന് കുറച്ചും കൂടി സ്വീകാര്യത കിട്ടുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അമേരിക്ക പോലും അദ്ദേഹത്തോട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക വാൺ ചെയ്യല്ല ചെയ്യുന്നത്, കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരിയായ കോസാണ് നെതന്യാഹു അങ്ങനെ തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അയാളുടെ ഗാസയ്ക്ക് പകരം ഇപ്പോൾ ഹമാസിന് പകരം പാലസ്തീനാണ് ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. ഇന്ത്യക്കൊന്നും അങ്ങനെ കൈയിടാൻ പറ്റില്ലായിരുന്നു. പാലസ്തീനും ഇസ്രായേലായിട്ട് സംഘടന ഉണ്ടായിരുന്നെങ്കിൽ. എന്ന് ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസ് സമ്മതിക്കുന്ന അന്ന് മാത്രമേ നടക്കുകയുള്ളൂ. അതിനപ്പുറം പിന്നെ ഞാൻ ഒന്ന് കണ്ണടച്ച കത്തി കൊണ്ട് കുത്തുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആദ്യം തന്നെ കുത്താൻ നോക്കും. അത് കോമൺ ഡിഫൻസാണ്. ഇപ്പം ചെയ്യുന്ന 5 പേരിലോട്ട് കുത്തുക, ഏതെങ്കിലും ഒരു പേരിൽ കണ്ണിക്കൊള്ളും, അത് മതി, നല്ല രക്ഷപ്പെടാൻ നമുക്ക് ഉപയോഗിക്കാം. ആ മാർഗ്ഗമാണ് അവിടെ നോക്കുന്നത്. ഇന്നലെ നമ്മൾ തറപ്പിച്ച് പറഞ്ഞ സാധാരണഗതിയിൽ യുദ്ധം ഉണ്ടാകാനുള്ള ഈ പേടിപ്പീരല്ലാതെ അതിനപ്പുറത്തേക്ക് അത് പോവുകയാണ്. ഇതിലൊക്കെ ഒരു മിസൈൽ, നല്ല സ്ട്രോങ് മിസൈലാണ്, തീർന്നില്ലേ ഇസ്രായേൽ? മിച്ചമുണ്ടോ? അല്ല, ഇപ്പോൾ ഈ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ യന്ത്രങ്ങളെ അടക്കം ആക്രമിക്കാൻ അതൊക്കെ ചിലപ്പോൾ ആക്രമിച്ചേക്കുമെന്ന്. അത് യഥാർത്ഥത്തിൽ അത് ഈ ഇറാഖിൻ്റെ പൂർണ്ണമായ പതനത്തിലേക്കാണല്ലോ വഴിവെക്കുക. സ്വാഭാവികമായിട്ടും അവരും ഈ തിരിച്ചാക്രമണത്തിന് കുറച്ചും കൂടി ഒന്ന് ശക്തി കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരത്തിനൊക്കെ അത് വഴിവെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. തീർക്കുമെന്നുള്ള പേടി ഇറാൻ ഉണ്ടായിട്ടുണ്ട്. ഇറാന് യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്ന 2 കാര്യങ്ങളല്ല. ഭയമുണ്ട് ഇറാന്, അതുകൊണ്ടാണ് ഇറാൻ റെസ്ട്രെയിൻ കാണിക്കുന്നത്. പിന്നെ ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ആക്രമിക്കുന്നത്. അങ്ങോട്ട് അടിച്ചില്ല ഇങ്ങോട്ട് അടിക്കും. ആ ഭയമുണ്ട് ഇറാൻ, രണ്ടും ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ തിരിച്ചടി തുടങ്ങി, ചില കൃത്യമായ സന്ദേശങ്ങൾ കൊടുത്തു. അല്ല, അത് ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നത് സോവിയറ്റ് റഷ്യ അമേരിക്കയ്ക്ക് അറിയിച്ച് പ്ലാൻഡായിട്ട് നടത്തിയ, ഈവൻ ഇസ്രായേലിലേക്ക് പോലും അറിയിച്ച്, അല്ല കാഷ്വാലിറ്റി എന്ന് മാത്രം ഉണ്ടാകണം. എന്ത് ഡോമുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം കുറേ താഴെ വന്നല്ലോ, എത്ര പേര് മരിക്കുമായിരുന്നു. വലിയ മരണസംഖ്യ കാഷ്വാലിറ്റി ഭയങ്കരമായിരുന്നു. പക്ഷേ എല്ലാ ആളുകളെയും സുരക്ഷിത മാർഗങ്ങളിലേക്ക് പറഞ്ഞയച്ച് വേണമെങ്കിൽ ഒരു ഷോ പോലെയാക്കി എന്നുള്ളതാണ്. നമ്മൾ പെണ്ണുങ്ങളെ പ്രേമം പിടിച്ചു പറ്റാനായിട്ട് പെണ്ണുങ്ങളെ വില്ലൻ പോയി ആക്രമിക്കുന്ന ആ ഷോ അത് തന്നെയായിരിക്കണം. അതാണ് സംഭവിക്കുന്നത്. പിന്നെ സാമ്പത്തികമായി ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയേണ്ടി വരുന്നു. ഓവർ ഡിപ്പെൻഡൻസ്, എണ്ണയിൽ എത്ര നാളും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള പേടി എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. എത്ര നാൾ പറ്റും? ദീർഘകാലം പറ്റില്ല. കാരണം രാജ്യത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായി, ലോകത്ത് തന്നെ ഓൾട്ടർനേറ്റീവ് ഉണ്ടായി കഴിഞ്ഞു. ഓൾറെഡി ഇലക്ട്രിക് മാത്രമല്ല, എണ്ണ തന്നെ ഗ്യാസൊക്കെ ആയി മാറിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ പുരോഗമനത്തിൻ്റെ മറ്റൊരു പാതയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി പോലും ഉണ്ടാവില്ല. അതെ. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ വെള്ളമൊക്കെ വിഘടിപ്പിച്ച് മാറ്റുന്നത്, ഓരോ വീട്ടിലും ഓരോ പേജർ മാത്രം മതിയാവും. അതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല.